മഴക്കെടുതിയിൽ നിന്നും മുക്തമാകാതെ തിരുനെൽവേലി. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ പൊതുവെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുനെൽവേലിയിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും വെള്ളമിറങ്ങിയിട്ടില്ല. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയാണ്. ഈ ജില്ലകൾക്ക് പുറമെ കന്യാകുമാരി, തെങ്കാശി ജില്ലകളിലും ഇന്ന് ഉച്ചവരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുനെൽവേലിയിൽ നിന്നും MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ കുറഞ്ഞെങ്കിലും മഴക്കെടുതികൾക്ക് യാതൊരു ശമനവുമില്ല. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തെക്കൻ തമിഴ്നാട് ജില്ലകളിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മഴയെ തുടർന്നുണ്ടായ ദുരിതം ഇപ്പോഴും ജനങ്ങൾക്ക് ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലിയിലാണ്. തിരുനെൽവേലി ടൗണിന്റെ ഭാഗമാണ് ഈ പ്രദേശം. തിരുനെൽവേലി ബസ് സ്റ്റാൻഡ്, ഒപ്പം റെയിൽവേ സ്റ്റേഷൻ അടക്കം ഉൾക്കൊള്ളുന്ന ഒരു മേഖല കൂടിയാണ്. ഇവിടെ വലിയ തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ ഉയർന്ന മേഖലകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയെങ്കിൽ കൂടിയും കഴിഞ്ഞ 2 ദിവസമായി തുടർന്ന ശക്തമായ മഴയിലാണ് ഈ മേഖല ആകെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. പൊതുവെ ഒരു താഴ്ന്ന മേഖല കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. നിരവധി കുടുംബങ്ങൾ, നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഒപ്പം ഒരുപാട് കടകൾ, സർക്കാർ സ്ഥാപനങ്ങൾ അടക്കം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ, വ്യാപകമായ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും ഇപ്പോഴും ഈ വീടുകളിൽ കഴിയുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ശക്തമായി പെയ്ത മഴയിലാണ് ഈ മേഖലയിലടക്കം വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ജനജീവിതമാകെ സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ NDRFന്റെ സംഘവും ഒപ്പം പോലീസും ഫയർഫോഴ്സും 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.